Dear friends, welcome to Come On Children. My Financial Career എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ വിശദീകരിക്കുന്നത്. ഈ യൂണിറ്റിലെ മറ്റ് ക്ലാസ്സുകൾ കാണാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ലീകോക്ക് ഫീൽ ബിഫോർ ഗോയിങ് ടു ദ ബാങ്ക്? ബാങ്കിൽ പോകുന്നതിന് മുമ്പ് ലീകോക്കിന് എന്താണ് തോന്നിയത്? നെർവസ്നെസ് ആണല്ലേ, പേടിയും ഉത്കണ്ഠയും ഒക്കെയാണ്. Leacock feels nervous before going to the bank. Why did the author go to the bank? എന്തിനാണ് ലീകോക്ക് ബാങ്കിൽ പോയത്? അദ്ദേഹത്തിന് അവിടെ പണം ഡിപ്പോസിറ്റ് ചെയ്യണമായിരുന്നു അല്ലേ? ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനാണ് ലീകോക്ക് ബാങ്കിൽ പോയത്. The author went to the bank to open an account. What did the author tell the accountant? ബാങ്കിൽ ചെന്ന് ലീകോക്ക് അക്കൗണ്ടന്റിനോട് എന്താ പറഞ്ഞത്? എനിക്ക് മാനേജറെ ഒന്ന് തനിച്ച് കാണണം എന്നാണല്ലേ? The author told the accountant that he wanted to see the manager alone. Are you the manager? Do you think it is proper to ask such a question? നിങ്ങളാണോ മാനേജർ എന്നാണ് ലീകോക്ക് ചോദിച്ചത്. ആ ചോദ്യം ശരിയാണോ? ഒരു സ്ഥാപനത്തിലൊക്കെ ചെന്ന് അതിൻ്റെ മേലധികാരിയെ കാണുമ്പോൾ ഇങ്ങനെയാണോ ചോദിക്കേണ്ടത്? കുറച്ചുകൂടി പൊളൈറ്റായിട്ട് ചോദിക്കാമായിരുന്നു അല്ലേ? അപ്പോൾ ഈ ചോദ്യം അനുയോജ്യമല്ല എന്ന് എഴുതാം. ഇറ്റ് ഈസ് ഇംപ്രോപ്പർ. He should have asked, could I meet the manager? എനിക്ക് മാനേജറെ കാണാൻ കഴിയുമോ എന്നാണ് അദ്ദേഹം ചോദിക്കേണ്ടിയിരുന്നത്. Why did the manager look at him in alarm? എന്തുകൊണ്ടാണ് മാനേജർ ലീകോക്കിനെ പേടിയോടെ നോക്കിയത്? The manager looked at him in alarm because the author requested to meet him alone. ഓഥർ അദ്ദേഹത്തെ തനിച്ച് കാണണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് മാനേജർ ഓഥറിനെ പേടിയോടെ നോക്കിയത്. He thought that the man had a terrible secret to reveal. അദ്ദേഹം വിചാരിച്ചത് ഇയാൾക്ക് എന്തോ ഭയങ്കരമായ രഹസ്യം വെളിപ്പെടുത്താനുണ്ട് എന്നാണ്. What did the manager guess about the author? Why? ഈ ഓഥർ ആരാണ് എന്നാണ് മാനേജർ ഗസ് ചെയ്തത്. എന്തുകൊണ്ടാണ്? അദ്ദേഹം ഒരു ഡിറ്റക്റ്റീവ് ആണ് എന്നാണ് മാനേജർ ഗസ് ചെയ്തത് അല്ലേ? The manager guessed that the author was a detective. അത് എന്തുകൊണ്ടാണ്? The author's request to meet him alone and his strange behavior made the manager think so. മാനേജരെ തനിച്ച് കാണണം എന്നുള്ള ഓഥറിൻ്റെ റിക്വസ്റ്റും അദ്ദേഹത്തിൻ്റെ വിചിത്രമായ പെരുമാറ്റവുമാണ് അങ്ങനെ ചിന്തിക്കാൻ കാരണം. Why did the manager look relieved? എന്തുകൊണ്ടാണ് മാനേജർക്ക് ആശ്വാസമായത്? എപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പേടി മാറിയത്? ലീകോക്ക് എന്തോ പറഞ്ഞപ്പോഴാണല്ലോ. അതെ, ഞാനൊരു ഡിറ്റക്റ്റീവ് ഒന്നും അല്ല, ഞാൻ പണം ഡിപ്പോസിറ്റ് ചെയ്യാൻ വന്നതാണ് എന്ന് പറഞ്ഞപ്പോഴാണ് മാനേജർക്ക് ആശ്വാസമായത് അല്ലേ? The manager felt relieved as the author said that he was not a detective. He came to the bank in order to deposit his money. What mistake did he commit while writing the check? പണം പിൻവലിക്കാനായി ചെക്കിൽ തുക എഴുതിയപ്പോൾ ലീകോക്ക് എന്ത് മിസ്റ്റേക്കാണ് വരുത്തിയത്? 6 എന്ന് എഴുതുന്നതിന് പകരം 56 എന്നാണ് എഴുതിയത് അല്ലേ? Instead of writing $6, he wrote $56. ഇനി ആക്ടിവിറ്റീസ് നോക്കാം. ആക്ടിവിറ്റി 1. Leacock rushed out with the money. Since then, he has never gone to the bank. Can you suggest another ending to the story? കഥയുടെ അവസാനം എന്താ ഉണ്ടായത്? പണം മുഴുവൻ പിൻവലിച്ച് തന്നെ നോക്കിച്ചിരിക്കുന്ന ആളുകൾക്കിടയിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തേക്ക് ഓടുകയാണ് ലീകോക്ക്. അദ്ദേഹം പിന്നീട് ഒരിക്കലും ബാങ്കിലേക്ക് പോയിട്ടില്ല അല്ലേ? ഈ കഥ ഇങ്ങനെയല്ല അവസാനിച്ചതെങ്കിലോ? നിങ്ങൾക്ക് മറ്റൊരു എൻഡിങ് സജസ്റ്റ് ചെയ്യാമോ? ഇങ്ങനെയായാലോ? ദ അക്കൗണ്ടന്റ് കെയിം ഫോർ ഹിസ് ഹെൽപ്പ്. അക്കൗണ്ടന്റ് അദ്ദേഹത്തിൻ്റെ സഹായത്തിനായി എത്തുന്നു. ഹി ടോൾഡ് ദ ഓഥർ ദാറ്റ് ഹി കുഡ് യൂസ് അനദർ ചെക്ക് ലീഫ്. താങ്കൾക്ക് മറ്റൊരു ചെക്ക് ലീഫ് ഉപയോഗിക്കാമെന്ന് ഓഥറിനോട് അക്കൗണ്ടന്റ് പറയുന്നു. ഹി താങ്ക്ഡ് ദ അക്കൗണ്ടന്റ്, വിത്ഡ്രൂ $6 ആൻഡ് വെന്റ് ഔട്ട് ഹാപ്പിലി. അദ്ദേഹം അക്കൗണ്ടന്റിനോട് നന്ദി പറയുന്നു, $6 പിൻവലിച്ച് സന്തോഷത്തോടെ പുറത്തു പോകുന്നു. ആക്ടിവിറ്റി 2. ഡിക്ഷണറി വർക്ക്. A few words from the story are given below. Rearrange them as they appear in a dictionary. Also write their meanings. ഇവിടെ കുറച്ച് വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. ഇവയെ ഒരു ഡിക്ഷണറിയിൽ കാണുന്നത് പോലെ റീഅറേഞ്ച് ചെയ്യണം. ആൽഫബറ്റിക്കൽ ഓർഡറിൽ ABCD ഓർഡറിലാണ് ഡിക്ഷണറിയിൽ ഉണ്ടാവുക അല്ലേ? അതുപോലെ എഴുതിയിട്ട് അവയുടെ മീനിങ്സും കണ്ടുപിടിക്കണം. ആദ്യം ഏതാണ് വരിക? അക്കൗണ്ടന്റ്. എ പേഴ്സൺ ഹു കീപ്സ് ഓർ ഇൻസ്പെക്ട്സ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ്. ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ഒക്കെ സൂക്ഷിക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് അക്കൗണ്ടന്റ്. ബാങ്ക്.
An organization that provides various financial services. പലതരത്തിലുള്ള ഫിനാൻഷ്യൽ സർവീസസ് ചെയ്തു തരുന്ന ഒരു സ്ഥാപനമാണ് ബാങ്ക് അല്ലേ? നമുക്കവിടെ പോയി പണം ഡിപ്പോസിറ്റ് ചെയ്യാം, ലോൺ എടുക്കാം. ഇത്തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളാണ് ബാങ്കിൽ നടക്കുന്നത്. ക്യാഷ്, മണി ഇൻ ദ ഫോം ഓഫ് കോയിൻസ് ഓർ നോട്ട്സ്. നോട്ടുകളായിട്ടും കോയിൻസ് ആയിട്ടുള്ള പണത്തിനെയാണ് ക്യാഷ് എന്ന് പറയുന്നത്. ചെക്ക്, a printed form that you can write amount of money on and sign in order to make a payment from your bank account. ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിക്കുന്നതിന് വേണ്ടി എമൗണ്ട് എഴുതി സൈൻ ചെയ്ത് കൊടുക്കാവുന്ന ഒരു പ്രിൻറ്റഡ് ഫോമാണ് ചെക്ക് എന്ന് പറയുന്നത്. കൗണ്ടർ, എ ലോങ് ഫ്ലാറ്റ് സർഫേസ് ഓവർ വിച്ച് ഗുഡ്സ് ആർ സോൾഡ് ഓർ ബിസിനസ് ഈസ് ഡൺ ഇൻ എ ഷോപ്പ്, ബാങ്ക് എക്സെട്ര. ബാങ്കിൽ പണമിടപാടുകൾ നടത്തുന്നതിനായിട്ട് നീളത്തിലുള്ള ഒരു കൗണ്ടർ കാണാം അല്ലേ? ഒരു ഗ്ലാസ് വിൻഡോ ഉണ്ടാവും, അതിനപ്പുറത്ത് ഉദ്യോഗസ്ഥരിരിക്കും, ഇപ്പുറത്ത് നിന്ന് കസ്റ്റമേഴ്സ് ഇടപാടുകൾ നടത്തും. ഇതുപോലെ ഷോപ്പുകളിലും സാധനങ്ങൾ വിൽക്കാനായിട്ട് കൗണ്ടേഴ്സ് കാണാം. ക്ലർക്ക്, എ പേഴ്സൺ ഹു കീപ്സ് റെക്കോർഡ്സ് ആൻഡ് അണ്ടർടേക്സ് അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ്. ഒരു സ്ഥാപനത്തിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഡ്യൂട്ടീസ് ഒക്കെ നിർവഹിക്കുന്ന, റെക്കോർഡ്സ് സൂക്ഷിക്കുന്ന ഉദ്യോഗസ്ഥനെയാണ് ക്ലർക്ക് എന്ന് പറയുന്നത്. ഡിപ്പോസിറ്റ്, ടു പുട്ട് മണി ഇൻ എ ബാങ്ക്. എന്തെങ്കിലും ഒരു സാധനം ഒരു പ്രത്യേക സ്ഥലത്ത് വയ്ക്കുക എന്നുള്ളതാണ് ഡിപ്പോസിറ്റ് എന്ന വേർഡിൻ്റെ മീനിങ്. ഇവിടെ ബാങ്കിൽ പണം നിക്ഷേപിക്കുക എന്നാണ് അർത്ഥം. ഡോളർ, ദ യൂണിറ്റ് ഓഫ് മണി ഇൻ ദ US, കാനഡ എക്സെട്ര. അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങളിലെ അടിസ്ഥാന നാണയമാണ് ഡോളർ. നമുക്ക് രൂപയുള്ളതുപോലെ അവിടെ ഡോളറാണ് ഉപയോഗിക്കുന്നത്. മാനേജർ, എ പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ കൺട്രോളിംഗ് ഓർ അഡ്മിനിസ്ട്രേറ്റിംഗ് ആൻ ഓർഗനൈസേഷൻ ഓർ ഗ്രൂപ്പ് ഓഫ് സ്റ്റാഫ്. ഒരു സ്ഥാപനത്തിലെ ഭരണം നിർവഹിക്കുന്ന, അവിടുത്തെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ആളാണ് മാനേജർ. മണി, കോയിൻസ് ആൻഡ് ബാങ്ക് നോട്ട്സ് കളക്റ്റീവ്ലി. നാണയത്തിൻ്റെയും നോട്ടിൻ്റെയും രൂപത്തിലുള്ള പണത്തെ മൊത്തമായി പറയുന്ന പേരാണ് മണി. സേവിങ്സ്, ദ സേവ്ഡ് എമൗണ്ട് ഫ്രം യുവർ ഇൻകം യൂഷ്വലി ഡിപ്പോസിറ്റഡ് ഇൻ ബാങ്ക്. ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം നിങ്ങൾ സേവ് ചെയ്ത, സൂക്ഷിച്ചു വെച്ച പണത്തിനെയാണ് സേവിങ്സ് എന്ന് പറയുന്നത്. ആക്ടിവിറ്റി 3. Think that you would like to open an account in a bank. What are the formalities for opening an account? നിങ്ങൾ ഒരു ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് കരുതുക. എന്തെല്ലാം ഫോർമാലിറ്റീസ് ആണ് അതിന് വേണ്ടത്? ഫിൽ ഇൻ ദ ആപ്ലിക്കേഷൻ ഫോം. ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യണം. പ്രൊഡ്യൂസ് യുവർ ID. നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഡോക്യുമെൻ്റ് പ്രൊഡ്യൂസ് ചെയ്യണം. ആധാർ കാർഡൊക്കെ ഇല്ലേ, അതൊരു ID ആണ്. ഗിവ് എ കോപ്പി ഓഫ് യുവർ ഫോട്ടോഗ്രാഫ്. നിങ്ങളുടെ ഫോട്ടോയുടെ ഒരു കോപ്പിയും കൊടുക്കണം. ദ ഫോളോയിങ് ഈസ് എ സാമ്പിൾ ഓഫ് ആൻ ആപ്ലിക്കേഷൻ ഫോം ഫോർ ഓപ്പണിംഗ് ആൻ അക്കൗണ്ട്. ഫിൽ ഇൻ ദ ഫോം പ്രോപ്പർലി. ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത് ബാങ്കിൽ ഫില്ല് ചെയ്യേണ്ട ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഒരു മാതൃകയാണ്, ഒരു സാമ്പിളാണ്. നമുക്കിതെങ്ങനെ ഫില്ല് ചെയ്യാം എന്ന് നോക്കാം. ABC ബാങ്ക്, കൊച്ചിൻ ബ്രാഞ്ച്. റൈറ്റ് സൈഡിൽ ഫോട്ടോ ഒട്ടിക്കണം. ആദ്യം എഴുതേണ്ടത് ഫസ്റ്റ് നെയിമാണ്, പിന്നെ മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം. ഇങ്ങനെ എഴുതുക. ചിലർക്ക് 3 പേരുകളൊക്കെ ഉണ്ടാവും അല്ലേ? സാന്ദ്ര, മറിയം, തോമസ്. ഇങ്ങനെയാകുമ്പോൾ ഫസ്റ്റ്, മിഡിൽ, ലാസ്റ്റ് നെയിംസ് ഒക്കെ എഴുതാം. ചിലർക്ക് 2 പേരേ ഉണ്ടാവൂ, ചിലർക്ക് 1 ഉണ്ടാവൂ, അതനുസരിച്ച് എഴുതുക. പിന്നെ നെയിം ഓഫ് പാരൻറ്റ് ഓർ ഗാർഡിയൻ. നിങ്ങളുടെ പാരൻറ്റിൻ്റെ പേരാണ് പിന്നെ എഴുതേണ്ടത്. ഇഫ് മൈനർ, സ്പെസിഫൈ ദ നെയിം ഓഫ് ദ നോമിനി. മൈനർ എന്ന് വെച്ചാൽ 18 വയസ്സിന് താഴെയുള്ള ആളുകളാണ്. നിങ്ങൾ കുട്ടികളാണല്ലോ, അപ്പോൾ നിങ്ങളുടെ നോമിനിയുടെ പേര്, അതായത് പാരൻറ്റിൻ്റെ നെയിമാണ് ഇവിടെ എഴുതേണ്ടത്. അഡ്രസ് വിത്ത് ടെലിഫോൺ നമ്പർ, അത് എഴുതുക. പിന്നെ വേണ്ടത് ഏജ് ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ഇവിടെ നിങ്ങളുടെ വയസ്സ്, ഇവിടെ ജനിച്ച ദിവസം, ജനിച്ച മാസം, ജനിച്ച വർഷം ഇങ്ങനെ എഴുതുക. സെക്സ്, ഫീമെയിൽ ആണോ മെയിൽ ആണോ അതനുസരിച്ച് ടിക്ക് ചെയ്യുക. മാരിറ്റൽ സ്റ്റാറ്റസ് സിംഗിൾ, അത് ടിക്ക് ചെയ്യുക. താഴെയായിട്ട് നിങ്ങൾ സൈൻ ചെയ്യണം. Can you think of any other personal information to be included in the form? You may collect copies of such application forms from various sources and try to fill in. ഇതുപോലെയുള്ള മറ്റ് ആപ്ലിക്കേഷൻ ഫോംസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്ത് നോക്കാനാണ് പറയുന്നത്. അടുത്ത ആക്ടിവിറ്റിയിലേക്ക് പോകാം. The words accountant, clerk and manager in the story My Financial Career are job titles. അക്കൗണ്ടൻറ്റ്, ക്ലർക്ക്, മാനേജർ ഇതൊക്കെ ഓരോ ജോബ് ടൈറ്റിൽസ് ആണല്ലേ. എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്ന ജോലികളെന്ന് ആക്ടിവിറ്റി 2 വിശദീകരിച്ചല്ലോ. അപ്പോൾ ഓരോ ജോലി ചെയ്യുന്ന ആളുകൾക്കും ഓരോ പേരുണ്ടല്ലേ. വാട്ട് ഡു വി കോൾ എ മാൻ ഹൂ റൈറ്റ്സ് ബുക്സ്? പുസ്തകം എഴുതുന്നയാളെ എന്താ പറയുന്നത്? റൈറ്റർ.
Does clever tricks which appear magical. ഇന്ദ്രജാല പ്രകടനം നടത്തുന്നത് magician. Is in charge of a museum or an art gallery. ആർട്ട് ഗാലറിയുടെയോ മ്യൂസിയത്തിൻ്റെയോ സൂക്ഷിപ്പുകാരൻ curator. Collects fares on a bus. Conductor. Breaks into a house in order to steal. മോഷ്ടിക്കാനായി ഒരു വീട്ടിലേക്ക് അതിക്രമിച്ചു കയറുന്നത് burglar ആണ്. Investigates crimes and obtains evidence or information. Detective. Activity 5. Here is the conversation between the author and the manager. മാനേജറും ഓതറും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്. ഓതർ: ആർ യു ദ ബാങ്ക് മാനേജർ? താങ്കളാണോ ബാങ്ക് മാനേജർ? മാനേജർ: യെസ്. വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? അതെ, ഞാൻ എന്താണ് നിങ്ങൾക്ക് ചെയ്തു തരേണ്ടത്? ഓതർ: ക്യാൻ ഐ സീ യു എലോൺ? എനിക്ക് താങ്കളെ തനിച്ചൊന്ന് കാണാമോ? മാനേജർ: ഓഫ് കോഴ്സ്, കം ഇൻ ഹിയർ. തീർച്ചയായും അകത്തേക്ക് വരൂ. ഓതർ: ഐ വുഡ് ലൈക്ക് ടു ഓപ്പൺ എൻ അക്കൗണ്ട്. ഞാനൊരു അക്കൗണ്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. കുഡ് യു പ്ലീസ് മെൻഷൻ ദ ഫോർമാലിറ്റീസ്? അതിന് വേണ്ട ഫോർമാലിറ്റീസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാമോ? മാനേജർ: ഷുവർ സർ. കോൺവെർസേഷൻ മനസ്സിലായല്ലോ. താഴെയുള്ള ചോദ്യങ്ങൾ നോക്കൂ. എ. പിക്ക് ഔട്ട് ദ ക്വസ്റ്റ്യൻസ് ഫ്രം ദ പീസ് ഓഫ് കോൺവെർസേഷൻ ആൻഡ് റൈറ്റ് ദം ബിലോ. ഈ കോൺവെർസേഷനിലുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? ആർ യു ദ ബാങ്ക് മാനേജർ? വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? ക്യാൻ ഐ സീ യു എലോൺ? കുഡ് യു പ്ലീസ് മെൻഷൻ ദ ഫോർമാലിറ്റീസ്? ഇതൊക്കെയാണല്ലേ. ക്വസ്റ്റ്യൻ ബി. റൈറ്റ് ദ ക്വസ്റ്റ്യൻ വേർഡ്സ് യൂസ്ഡ് ഇൻ ദ കോൺവെർസേഷൻ. ഈ ക്വസ്റ്റ്യൻസിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ വേർഡ്സ് ഏതൊക്കെയാണ്? ക്വസ്റ്റ്യൻ തുടങ്ങുന്നത് ഏത് വേർഡ്സ് കൊണ്ടാണ്? ആർ, വാട്ട്, ക്യാൻ, കുഡ്. ക്വസ്റ്റ്യൻ സി. എക്സാമിൻ ദ റെസ്പോൺസസ് ടു ദ ക്വസ്റ്റ്യൻസ്. തിങ്ക് ഓഫ് അതർ ഓൾട്ടർനേറ്റീവ്സ്. റൈറ്റ് ദം ഡൗൺ. ഈ ക്വസ്റ്റ്യൻസിന് വരുന്ന റെസ്പോൺസസ് നോക്കൂ. അവ മറ്റേതെല്ലാം വിധത്തിൽ നമുക്ക് എഴുതാൻ സാധിക്കും? ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ റെസ്പോൺസ് യെസ്, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു എന്നാണ്. അതിന് പകരം ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു, ഹൗ മേ ഐ അസിസ്റ്റ് യു എന്നൊക്കെ എഴുതാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ റെസ്പോൺസ് ഓഫ് കോഴ്സ്, കം ഇൻ ഹിയർ എന്നാണ്. അതിന് പകരം ഷുവർ, കം ഇൻ എന്ന് എഴുതാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ്റെ റെസ്പോൺസ് ഷുവർ സർ എന്നാണ് മാനേജർ പറയുന്നത്. അതിന് പകരം യെസ്, വിത്ത് പ്ലഷർ എന്ന് എഴുതാം. ആക്ടിവിറ്റി 6. The author in the story wants to deposit his money in the bank. He goes to the bank and asks permission to see the manager. Look at the way he seeks permission. ഈ കഥയിലെ ഓതർ ബാങ്കിൽ ചെന്നിട്ട് മാനേജറെ കാണാനുള്ള അനുവാദം ചോദിക്കുകയാണ് അല്ലേ. എങ്ങനെയാണ് അദ്ദേഹം പെർമിഷൻ ചോദിക്കുന്നത്? ക്യാൻ ഐ സീ ദ മാനേജർ എന്നാണ്. ആർ ദർ അതർ വേസ് ടു ആസ്ക് പെർമിഷൻ? റൈറ്റ് ദം ബിലോ. പെർമിഷൻ ചോദിക്കാൻ മറ്റേതെല്ലാം രീതികളുണ്ട്? ഇതേ ചോദ്യം നമുക്ക് എങ്ങനെയൊക്കെ ചോദിക്കാം? വുഡ് ഇറ്റ് ബി പോസിബിൾ ഫോർ മീ ടു സീ ദ മാനേജർ? കുഡ് ഐ സീ ദ മാനേജർ പ്ലീസ്? ഈസ് ഇറ്റ് ഓക്കെ ഇഫ് ഐ സീ ദ മാനേജർ? ഐ വണ്ടർ ഇഫ് ഐ കുഡ് സീ ദ മാനേജർ. ഇവിടെ ക്യാനിന് പകരം വുഡ് ഇറ്റ് ബി പോസിബിൾ ഫോർ മീ, കുഡ്, ഈസ് ഇറ്റ് ഓക്കെ ഇഫ്, ഐ വണ്ടർ ഇഫ് എന്നൊക്കെ മാറ്റി എഴുതിയല്ലേ. ഈ എക്സ്പ്രഷൻസ് എല്ലാം പെർമിഷൻ ചോദിക്കാൻ ഉപയോഗിക്കാം. ഇനി ഇവിടെ ഒരു കോൺവെർസേഷൻ തന്നിട്ടുണ്ട്. അതിൽ ഇത്തരത്തിലുള്ള എക്സ്പ്രഷൻസ് ഉണ്ടോ എന്ന് നോക്കാം. ബോയ്: മേ ഐ ഗോ ഔട്ട് ടു പ്ലേ? ഞാൻ പുറത്ത് കളിക്കാൻ പോയിക്കോട്ടെ? മോം: നോ ഡിയർ, ഇറ്റ്സ് വെരി ഹോട്ട് ഔട്ട്സൈഡ്. വേണ്ട, പുറത്ത് നല്ല ചൂടാണ്. ബോയ്: വുഡ് യു മൈൻഡ് ഇഫ് ഐ വാച്ച് ടി വി? എന്നാൽ ഞാൻ ടി വി കണ്ടോട്ടെ? മോം: യു ഹാവ് എ ലോട്ട് ടു സ്റ്റഡി. നിനക്ക് കുറേ പഠിക്കാനുണ്ട്. ബോയ്: ഐ ഹാവ് ഓൾറെഡി ഫിനിഷ്ഡ് മൈ ഹോംവർക്ക്. ഈസ് ഇറ്റ് ഓക്കെ ഇഫ് ഐ ഡ്രോ സം പിക്ചേഴ്സ്? ഹോംവർക്ക് എല്ലാം ചെയ്തു കഴിഞ്ഞു, ഞാൻ കുറച്ച് ചിത്രം വരച്ചോട്ടെ? മോം: ദാറ്റ്സ് ഫൈൻ. ഇതിൽ പെർമിഷൻ ചോദിക്കാൻ ഉപയോഗിച്ച എക്സ്പ്രഷൻസ് ഏതൊക്കെയാണ്? മേ ഐ, വുഡ് യു മൈൻഡ് ഇഫ് ഐ, ഈസ് ഇറ്റ് ഓക്കെ ഇഫ് ഐ. ഇത്തരത്തിലുള്ള കൂടുതൽ എക്സ്പ്രഷൻസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. വേസ് ഓഫ് സീക്കിംഗ് പെർമിഷൻ: can I, could I, may I, do you mind if, would it be all right, or okay if, is it okay if, would you mind if I, with your permission I should like to, I was wondering if I could. Question C. Use the expressions in the box above to make sentences of your own to suit the situations given below. താഴെ കൊടുത്തിരിക്കുന്ന ഓരോ സിറ്റുവേഷനിലും എങ്ങനെയൊക്കെ പെർമിഷൻ ചോദിക്കാം എന്നെഴുതണം. ഈ ബോക്സിൽ നിന്നും അനുയോജ്യമായ എക്സ്പ്രഷൻസ് ഉപയോഗിക്കാം. യു ഫോർഗോട്ട് ടു ബ്രിങ് യുവർ പെൻ, യു വാണ്ട് ടു ബോറോ വൺ ഫ്രം യുവർ ഫ്രണ്ട്. നിങ്ങൾ പേന എടുക്കാൻ മറന്നു, കൂട്ടുകാരൻ്റെ അടുത്ത് നിന്നും ഒരു പേന കടം വാങ്ങണം. എങ്ങനെ ചോദിക്കാം? കുഡ് ഐ ബോറോ യുവർ പെൻ? Second one, you are traveling on a train. You would like to borrow the newspaper from the passenger who is sitting near to you.
നിങ്ങളൊരു ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളുടെ കയ്യിൽ നിന്നും പത്രം വാങ്ങണം. എങ്ങനെ ചോദിക്കാം? വുഡ് യു മൈൻഡ് ഇഫ് ഐ ബോറോ ദ ന്യൂസ് പേപ്പർ? അടുത്തത്, യു ആർ ബൈയിങ് എ ഷർട്ട് ഇൻ എ ഷോപ്പ്. യു വോണ്ട് ടു സീ ഇഫ് ഇറ്റ് ഫിറ്റ്സ് യു ബിഫോർ യു ബൈ ഇറ്റ്. നിങ്ങൾ കടയിൽ നിന്ന് ഒരു ഷർട്ട് വാങ്ങുകയാണ്. അത് വാങ്ങുന്നതിന് മുൻപ് പാകമാണോ എന്ന് ഇട്ട് നോക്കണം. എങ്ങനെ ചോദിക്കും? ഈസ് ഇറ്റ് ഓക്കെ ഇഫ് ഐ ട്രൈ ഇറ്റ് ഓൺ? Activity 7. Read the sentence underlined in the following extract from my financial career. Here I said, deposit it. The tone of the word seemed to mean, let us do this painful thing. Let us is normally used to suggest something. ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കാൻ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം എന്ന് പറയാനാണ് ലെറ്റസ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ നോക്കൂ. ലെറ്റസ് വാക്ക് ടു ദ സ്കൂൾ. നമുക്ക് സ്കൂളിലേക്ക് നടന്നു പോകാം. ലെറ്റസ് ഹാവ് സൂപ്പ് ബിഫോർ ഡിന്നർ. ഡിന്നറിന് മുമ്പ് നമുക്ക് സൂപ്പ് കുടിക്കാം. Question A. Can you think of a few suggestions to make to your friend when you both feel bored during the weekend? വീക്കെൻഡിൽ നിങ്ങളും ഫ്രണ്ടും ബോറടിച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം എന്നൊക്കെ പറയും അല്ലേ? ലെറ്റസ് ഉപയോഗിച്ച് അതൊക്കെ ഒന്ന് എഴുതി നോക്കൂ. ലെറ്റസ് ഗോ ഫോർ എൻ ഔട്ടിംഗ്. നമുക്കൊരു ഔട്ടിങ്ങിന് പോവാം. ലെറ്റസ് വാച്ച് എ മൂവി. നമുക്കൊരു സിനിമ കാണാം. ലെറ്റസ് പ്ലാന്റ് എ വെജിറ്റബിൾ ഗാർഡൻ. നമുക്കൊരു പച്ചക്കറി തോട്ടം നിർമ്മിക്കാം. ഇങ്ങനെ പല കാര്യങ്ങളും പറയാം. ഇവിടെ ഒരു കോൺവെർസേഷൻ ഉണ്ട്, വായിച്ചു നോക്കാം. സിദ്ദിഖ്, ഡിഡ് യു ഹാവ് എ ഗുഡ് വീക്കെൻഡ്? നിന്റെ ഒഴിവു ദിവസങ്ങൾ നല്ലതായിരുന്നോ? ജേക്കബ്, യെസ് ഐ ഡിഡ്, ബട്ട് ഐ എം നോട്ട് ഫീലിംഗ് വെൽ ടുഡേ. പക്ഷേ ഇന്ന് എന്തോ നല്ല സുഖം തോന്നുന്നില്ല. സിദ്ദിഖ്, ഷാൽ വി കൺസൾട്ട് എ ഡോക്ടർ ദെൻ? എന്നാൽ നമുക്കൊരു ഡോക്ടറെ കണ്ടാലോ? ജേക്കബ്, ഓ നോ, ഐ വിൽ ബി ഓൾ റൈറ്റ് ഇൻ എ ഫ്യൂ മിനിറ്റ്സ്. ഓ വേണ്ട, കുറച്ച് സമയം കഴിയുമ്പോൾ ശരിയാവും. സിദ്ദിഖ്, ഹൗ അബൌട്ട് ഹാവിങ് എ കപ്പ് ഓഫ് ടീ? ഒരു കപ്പ് ചായ കുടിച്ചാലോ? ജേക്കബ്, ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. അത് നല്ല കാര്യമാണ്. സിദ്ദിഖ്, ഡു യു തിങ്ക് വി കുഡ് ഗോ ടു എ റെസ്റ്റോറൻറ്റ്? ഒരു റെസ്റ്റോറൻറ്റിൽ പോകണോ? ജേക്കബ്, വൈ ഡോണ്ട് വി മേക്ക് ടീ ഹിയർ? ഇവിടെ ചായ ഉണ്ടാക്കിയാൽ എന്താ? സിദ്ദിഖ്, വണ്ടർഫുൾ. You may have noted the expressions used to make suggestions in the conversation above. Write them down. ലെറ്റസ് പോലെ ഈ കോൺവെർസേഷനിൽ സജഷൻസ് മുന്നോട്ട് വയ്ക്കാൻ എന്തെല്ലാം എക്സ്പ്രഷൻസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്? ഷാൽ വി കൺസൾട്ട് എ ഡോക്ടർ ദെൻ? എന്നാൽ നമുക്കൊരു ഡോക്ടറെ കണ്ടാലോ എന്ന് ചോദിക്കുന്നുണ്ടല്ലേ? അതൊരു നിർദ്ദേശമാണ്. പിന്നെ ഏതൊക്കെയാണ്? ഹൗ അബൌട്ട് ഹാവിങ് എ കപ്പ് ഓഫ് ടീ? ഒരു കപ്പ് ചായ കുടിച്ചാലോ? ഡു യു തിങ്ക് വി കുഡ് ഗോ ടു എ റെസ്റ്റോറൻറ്റ്? ഒരു റെസ്റ്റോറൻറ്റിൽ പോയാലോ? വൈ ഡോണ്ട് വി മേക്ക് ടീ ഹിയർ? എന്തുകൊണ്ട് ഇവിടെ ചായ ഉണ്ടാക്കിക്കൂടാ? അടുത്ത ആക്ടിവിറ്റിയിൽ ഇതുപോലുള്ള കൂടുതൽ എക്സ്പ്രഷൻസ് വരുന്നുണ്ട്. ആക്ടിവിറ്റി 8. Here are a few more expressions generally used to make suggestions. Use them to make sentences to suit the situations given below. ഇതൊക്കെയാണ് ആ എക്സ്പ്രഷൻസ്. വായിച്ചു നോക്കാം. Shall we? Do you think it would be a good idea to? What about? How about? Why don't we? May I suggest? Why not? താഴെ കൊടുത്തിരിക്കുന്ന സിറ്റുവേഷൻസിൽ ഈ എക്സ്പ്രഷൻസ് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. സിറ്റുവേഷൻ 1. യുവർ ഫ്രണ്ട് വിഷസ് ടു ഗോ ഔട്ട് ഓൺ എ സണ്ണി ആഫ്റ്റർനൂൺ. നല്ല വെയിലും വെളിച്ചമൊക്കെയുള്ള ഒരു ആഫ്റ്റർനൂൺ ആണ്. നിങ്ങളുടെ ഫ്രണ്ട് പുറത്ത് പോകാൻ ആഗ്രഹിക്കുന്നു. അതെങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുക? ഡു യു തിങ്ക് ഇറ്റ് വുഡ് ബി എ ഗുഡ് ഐഡിയ ടു ഗോ ഔട്ട്? ഇപ്പോൾ പുറത്തു പോകുന്നത് നല്ലൊരാശയമായി തോന്നുന്നില്ലേ? സിറ്റുവേഷൻ 2. എ ഗേൾ ഈസ് സ്റ്റാൻഡിങ് ബൈ ഹെർ ബൈക്ക് വിച്ച് ഹാസ് ബ്രോക്കൺ ഡൗൺ. ഒരു പെൺകുട്ടി ബ്രേക്ക് ഡൗൺ ആയ തൻ്റെ ബൈക്കിനരികിൽ നിൽക്കുകയാണ്. ഒരു മെക്കാനിക്കിനെ വിളിക്കാൻ സജസ്റ്റ് ചെയ്യാമല്ലേ? ഷാൽ വി കോൾ എ മെക്കാനിക്? സിറ്റുവേഷൻ 3. An old man has fallen down in the street. ഒരു പ്രായമായ മനുഷ്യൻ സ്ട്രീറ്റിൽ വീണുപോയി. ഹോസ്പിറ്റലിൽ പോകാം എന്ന് പറയാം അല്ലേ? ഹൗ അബൌട്ട് ഗോയിങ് ടു ദ ഹോസ്പിറ്റൽ? സിറ്റുവേഷൻ 4. എ ഫ്രണ്ട് ഹാസ് ലോസ്റ്റ് ഹിസ് കീസ്. ഒരു ഫ്രണ്ടിൻ്റെ താക്കോല് നഷ്ടപ്പെട്ടു. വൈ നോട്ട് ട്രൈ ഗെറ്റിംഗ് എ സ്പെയർ കീ മെയ്ഡ്? ഒരു സ്പെയർ കീ ഉണ്ടാക്കി കിട്ടുമോ എന്ന് നോക്കിയാലോ? സിറ്റുവേഷൻ 5. എ ഫ്രണ്ട് വിഷസ് ടു ഡൈൻ ഔട്ട്. ഒരു ഫ്രണ്ട് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. വൈ ഡോണ്ട് വി ഡൈൻ ഔട്ട് എന്ന് പറയാം. ലാസ്റ്റ് ആക്ടിവിറ്റി. ഈ സെൻറ്റൻസ് ശ്രദ്ധിക്കൂ. ദ ക്ലർക്ക് ഗേവ് ദ മണി ടു മീ ആൻഡ് ഐ റഷ്ഡ് ഔട്ട്. ക്ലർക്ക് എനിക്ക് പണം തരികയും ഞാൻ പുറത്തേക്ക് കുതിക്കുകയും ചെയ്തു. ഹൗ ക്യാൻ യു സ്പ്ലിറ്റ് ദ സെൻറ്റൻസ് ഇൻ ടു 2? ഈ സെൻറ്റൻസ് എങ്ങനെ രണ്ടായി സ്പ്ലിറ്റ് ചെയ്യാം? ദ ക്ലർക്ക് ഗേവ് ദ മണി ടു മീ, ഐ റഷ്ഡ് ഔട്ട്. ഈ രണ്ട് സെൻറ്റൻസിനെയും കണക്റ്റ് ചെയ്തിരിക്കുന്നത് ഏത് വേർഡാണ്? ആൻഡ്. ഡു യു നോ എനി കണക്റ്റിംഗ് വേർഡ്സ് അതർ ദാൻ ആൻഡ്?
ആൻഡ് അല്ലാതെ മറ്റേതെങ്കിലും കണക്റ്റിംഗ് വേർഡ്സ് നിങ്ങൾക്കറിയോ? വിതൗട്ട് അസ് കണക്റ്റീവ്സ് യു വുഡ് ജസ്റ്റ് ബി സിമ്പിൾ സെൻറ്റൻസസ്. ചെറിയ ചെറിയ സിമ്പിൾ സെൻറ്റൻസസിനെ കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണക്റ്റീവ്സ് ഉപയോഗിക്കുന്നത്. ബട്ട്, സോ, ബിക്കോസ്, ആസ്, അൺടിൽ, ഓൾദോ തുടങ്ങിയവയാണ് അവ. Now, pick out sentences with connecting words from the story My Financial Career. What has been done for you? ഈ സ്റ്റോറി വായിച്ച് കണക്റ്റിംഗ് വേർഡ്സ് ഉപയോഗിച്ചുള്ള സെൻറ്റൻസസ് എടുത്തെഴുതണം. I wrote something on the check and thrust it in at the clerk. I didn't want to say alone again, but I couldn't help it. He got up and opened the door. Since I had nothing to do, I acted like a man with a fearfully quick temper. സ്റ്റോറിയിൽ ഇനിയും ഇതുപോലുള്ള സെൻറ്റൻസസ് ഉണ്ട്. നിങ്ങൾ വായിച്ചു നോക്കി കണ്ടുപിടിക്കുമല്ലോ. തുടർന്നുള്ള ക്ലാസ്സുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ഓക്കെ ഡിയേഴ്സ്, മീറ്റ് യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഗുഡ് ബൈ.